ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രമിനെ സ്റ്റേഷനിൽ നിന്നൊക്കെ ഇറക്കിക്കൊണ്ടിരുന്നുണ്ട് വേദ. അതിനുശേഷം പിന്നീട് ഒരു ദിവസം അമ്മയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയുടെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് വീഴാണ്. നാളെ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് അറിയുമ്പോൾ അപ്പം നല്ല ആഘോഷമൊക്കെ ആയിരിക്കുമല്ലോ നാളെ എന്ന് പറയുമ്പോൾ, അയ്യോ ഇവിടെ അങ്ങനെ ആഘോഷങ്ങളൊന്നും നടക്കാറില്ല എന്നും അമ്മ പറയുകയാണേ. അതെന്താ ഇവിടെ ബർത്ത്ഡേയും അതുപോലെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒന്നും ആരും ആഘോഷിക്കാറില്ലേ, അമ്മയ്ക്ക് ഗിഫ്റ്റൊന്നും മക്കൾ വാങ്ങി തരാറില്ലേ എന്നൊക്കെ ചോദിക്കുകയെ. അന്നേരം അമ്മ പറയുന്നുണ്ട്, അങ്ങനെയുള്ള ഒരു ആഘോഷങ്ങളും ഇവിടെ ഇല്ല. വെഡ്ഡിങ് ആനിവേഴ്സറി ദിനത്തിൽ ഞാനും മാഷും കൂടെ അമ്പലത്തിലൊന്ന് പോയി വരും, അതോടുകൂടി ഞങ്ങളുടെ ആഘോഷം തീർന്നു. അപ്പോൾ അമ്മയ്ക്ക് മക്കളൊന്നും തന്നിട്ടില്ലേ ഇതുവരെ വെഡ്ഡിങ് ആനിവേഴ്സറിക്കോ ബർത്ത്ഡേക്കോ ഒന്നൊന്നും ചോദിക്കണേ. ഞാൻ 3 ആൺമക്കളെ പ്രസവിച്ചിട്ടുണ്ട്, പക്ഷെ 3 ആളിൽ നിന്നും എനിക്കൊരു മുട്ടുസൂചി പോലും കിട്ടിയിട്ടില്ല, ഒരു സമ്മാനങ്ങളും എനിക്കവർ തന്നിട്ടുമില്ല എന്ന് പറയാൻ കേട്ടോ. 3 പേരെ കുറിച്ച് ഓർത്തും ആദ്യം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വേദയ്ക്ക് ഭയങ്കര വിഷമാവട്ടോ. ഇത്ര മൊത്തം 3 ആൺമക്കൾ ഉണ്ടായിട്ടും ഒരു സമ്മാനം, ഒരു സാരി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ടും അമ്മയ്ക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ വിഷമാവേ. അന്നേരം വേദ പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നുമല്ല, എൻ്റെ വീട്ടിൽ വെഡ്ഡിങ് ആനിവേഴ്സറി ആയാലും ബർത്ത്ഡേ ആയാലും ഒക്കെ നന്നായിട്ട് ആഘോഷിക്കും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനങ്ങളൊക്കെ കൊടുക്കും, അതുകൊണ്ട് ഇവിടെയും നമുക്ക് ആഘോഷിക്കാം, അതിൻ്റെ എല്ലാ ചിലവും ഞാൻ തന്നെ നോക്കിക്കോളാം എന്നൊക്കെ പറയും. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, അയ്യോ അതൊന്നും വേണ്ട മോളെ, അതൊന്നും അച്ഛൻ ഇഷ്ടപ്പെടില്ല, ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട, വെറുതെ ആവശ്യമില്ലാതെ അങ്ങനെ ഒന്നും ചെയ്യണ്ട എന്ന് പറയാം കേട്ടോ. അങ്ങനെ വേദയ്ക്ക് ഭയങ്കര വിഷമാവും. വേദ അങ്ങനെ രാത്രി വിക്രമിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എൻ്റെ വിക്രമിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ അമ്മമാരോട് മക്കൾക്കുള്ള സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് ഓരോ കാര്യങ്ങൾക്ക് ഓരോരോ ഉദാഹരണം വെച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയും മക്കളും തമ്മിലുള്ള സ്നേഹത്തിന് എന്തിനാണ് പ്രത്യേകിച്ച് ഓരോ കാര്യങ്ങൾ നോക്കുന്നത് എന്നൊക്കെ വിക്രം ചോദിക്കുന്നുണ്ട്. അതല്ല, എനിക്കറിയാവുന്ന ഒരു സംഭവം ഞാൻ പറയട്ടെ. ഒരമ്മയ്ക്ക് അച്ഛനും 3 ആൺപിള്ളേരുണ്ടായി, അവരെ വളർത്തി വലുതാക്കി അവരുടേതായ രീതിയിൽ പ്രാപ്തരാക്കി വലിയ മക്കളായി മാറി. പക്ഷേ അവർക്ക് അച്ഛനും അമ്മയ്ക്കും ഇന്ന് വരെ ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. അവരെ കൊണ്ട് ഒരു മുട്ടുസൂചി പോലും വാങ്ങിച്ചു കൊടുക്കാത്ത മക്കളാണ് 3 ആൺമക്കളും. അച്ഛൻ്റെ അമ്മയും ബർത്ത്ഡേ വന്നാലും വെഡ്ഡിങ് ആനിവേഴ്സറി വന്നാലും ഒരു സാരി പോലും സമ്മാനമായിട്ട് നൽകാത്ത മക്കളാണ് 3 പേരെന്നൊക്കെ പറയട്ടോ. അതൊക്കെ തന്നെക്കുറിച്ചാണ്, അല്ലെങ്കിൽ തൻ്റെ ചേട്ടന്മാരെ കുറിച്ചാണ്, തങ്ങളുടെ വീടിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ള കാര്യം അപ്പം മനസ്സിലാവാണ് കേട്ടോ വിക്രത്തിന്. അപ്പോൾ വിക്രത്തിനോട് വേദ പറയുന്നത്, നാളെ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, ഞാനത് ആഘോഷിക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്നിൽ നിന്ന് അമ്മ അത് വേണ്ടാന്നാണ് പറഞ്ഞത്, ഞാനത് ആഘോഷിച്ചാൽ ശരിയാവില്ല, അച്ഛന് ഇഷ്ടപ്പെടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങളുടെ മക്കളിൽ നിന്നും ഒരു സമ്മാനം ആ അമ്മയ്ക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, നിങ്ങളെന്നാൽ കഷ്ടം തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. വേദ അത് പറയുമ്പോൾ വിക്രത്തിന് ഒരുപാട് വിഷമാവാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം അച്ഛനും അമ്മയ്ക്കും ഒരു ജോഡി ഡ്രസ്സ് എടുത്തിട്ടാണ് കേട്ടോ വിക്രം വരുന്നത്. പക്ഷേ അച്ഛൻ അത് കൊടുക്കുമ്പോഴേക്കും അച്ഛൻ ഇത് വലിച്ചെറിയാണ് ചെയ്യുന്നത്. കാരണം അച്ഛൻ പറയുന്നുണ്ട്, ഇത് എത്ര പേരുടെ ചോരടമാണ് ഉണ്ടടാ ഈ ഡ്രസ്സിന്, ഒരു നേരം അധ്വാനിച്ച് ഒരു സമ്മാനവും അല്ലെങ്കിൽ ഒരു ഡ്രസ്സോ ഒന്നും നീ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല, നീ ഗുണ്ടാപ്പണി ചെയ്തും കൂലിത്തല്ല് നടത്തിയൊന്നും എനിക്ക് ഒരു സമ്മാനം ഒരു ഡ്രസ്സും ഒന്നും വാങ്ങിച്ച് തരേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അച്ഛൻ ദേഷ്യപ്പെടും കേട്ടോ. അങ്ങനെ വിക്രം അതെടുത്തിട്ട് മുറിയിലേക്ക് പോയിട്ട് വിക്രം വേദനയോട് ചോദിക്കുന്നത്, എനിക്കിപ്പോൾ സമാധാനമായില്ലേ, നീ കാരണമാണ് ഇങ്ങനെയൊക്കെ ഞാൻ കേൾക്കേണ്ടി വന്നതെന്ന് പറയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, നിങ്ങൾ കൊടുത്ത സമ്മാനം അച്ഛൻ സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നിങ്ങൾ അധ്വാനിച്ച് ഒരു നേരത്തെ പൈസ കൊണ്ട്, നിങ്ങൾ അധ്വാനിച്ച ഒരു പൈസ കൊണ്ടാണ് ആ ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തിരുന്നുണ്ടെങ്കിൽ ഒരിക്കലും അച്ഛനത് വലിച്ചെറിയുകയില്ല എന്നൊക്കെ പറയൂട്ടോ വേദ. സ്വന്തമായി ജോലി ചെയ്തുണ്ടാക്കിയൊരു പൈസ കൊണ്ട് നിങ്ങളത് വാങ്ങിച്ചു കൊടുത്താൽ അവരത് സ്വീകരിക്കും, ഉറപ്പെന്ന് പറയട്ടോ. പിറ്റേ ദിവസം വിക്രം ഒരു ദിവസത്തേക്ക് ജോലി അന്വേഷിച്ചിറങ്ങാൻ കേട്ടോ. ഒരു ദിവസത്തെ ഒരുപാട് സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി അവസാനം ഒരിങ്ങനെ ചുമടൊക്കെ ചോക്കുന്ന ഒരു തരം ജോലി കിട്ടുകയാണേ. അങ്ങനെ വിക്രം ഒരു ദിവസം 4 പേരൊക്കെ ചെയ്യാവുന്ന രീതിയിലുള്ള ജോലി ഒരു ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുകയാണ്. അങ്ങനെ വിക്രത്തിന് അതിൽ നിന്ന് പൈസ കിട്ടിയിട്ട് ഒരു സാരിയും അച്ഛനൊരു ഷർട്ടും മുണ്ടൊക്കെ എടുത്ത് വരികയാണ്. എന്നിട്ട് അച്ഛന് കൊണ്ടെടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ് വാങ്ങിച്ചതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അച്ഛനത് സ്വീകരിക്കാതെ പോവുകയാണേ. പക്ഷെ അമ്മ പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ വിക്രത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ വിക്രത്തിൻ്റെ കൈയൊക്കെ പൊട്ടിയിരിക്കുന്നതാണ്. അമ്മയ്ക്ക് മനസ്സിലാവും വിക്രം ജോലി ചെയ്താണ് ആ ഒരു ഡ്രസ്സ് വാങ്ങിച്ചതെന്ന്. വിക്രമിൻ്റെ കൈയൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, മോൻ്റെ കൈയൊക്കെ പൊട്ടിയല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വിഷമിക്കുന്നുണ്ട്. എന്നിട്ട് ആ സാരിയും അച്ഛൻ്റെ ഡ്രസ്സൊക്കെ വാങ്ങിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ആര് വാങ്ങിച്ചില്ലെങ്കിലും അമ്മ ഈ സാരി വാങ്ങിക്കും, അമ്മ ഈ സാരി ഉടുക്കും, എൻ്റെ മോൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് വാങ്ങിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ സാരി വാങ്ങിക്കുകയാണ്. അതിന് ശേഷം അച്ഛനെടുത്ത ഡ്രസ്സും അച്ഛന് തന്നെ കൊണ്ടു കൊടുത്തിട്ട് അവൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് വാങ്ങിച്ചാണെന്ന് പറയുമ്പോൾ അച്ഛനും അത് വാങ്ങുന്നുണ്ട്.